ലീഡ് വാർത്തയായി എല്ലാ പത്രങ്ങളിലും ഉള്ളത് തീർച്ചയായും ഇന്നലത്തെ വിഴിഞ്ഞമാണ് അല്ലേ? അപ്പൊ വിഴിഞ്ഞം തുറമുഖം സ്വപ്ന പദ്ധതി നാടിന് സമർപ്പിച്ച പ്രധാനമന്ത്രി എന്ന തലക്കെട്ടാണ്. കടൽ കടക്കും കേരളം എന്ന തലക്കെട്ടാണ് മനോരമ നൽകിയിരിക്കുന്നത്. ആര് നൽകിയിരിക്കുന്നത്? മനോരമ നൽകിയിരിക്കുന്നത്. കേരളത്തിന്റെ വികസനം രാജ്യത്തിന്റേതെന്നുവെന്ന് മോദി. LDFന്റെ ഇച്ഛാശക്തി എന്ന് മുഖ്യമന്ത്രി മനോഹരമായ ചിത്രം പങ്കുവയ്ക്കുന്നു. മുന്നോട്ട് എന്ന അടിക്കുറിപ്പോടുകൂടി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം സന്ദർശിക്കുന്നു. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, ചീഫ് സെക്രട്ടറി A. ജയതിലക് എന്നിവർ ആ ചിത്രത്തിൽ പ്രേക്ഷകർക്ക് കാണാം. കേരളത്തിന്റെ വികസനം രാജ്യത്തിൻ്റെതെന്നാണ് മോദി പറഞ്ഞത്. ഇതിനിടയിൽ കോൺഗ്രസിന് മോദിയുടെ ഒരു പരിഹാസവും ആ പത്രം ഒരു ചെറിയ കോളം വാർത്തയായി നൽകുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങ് ചില വ്യക്തികളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുമെന്നാണ് ശശി തരൂർ കൂടിയിരിക്കുന്ന വേദിയിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന് നെടുംതൂണായ പിണറായി വിജയനോട് പറയാനുള്ളതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. പക്ഷേ ആ പരാമർശം പാളിപ്പോയി. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായല്ലോ. എന്താണ് ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞത് പരിഭാഷകൻ ജയകുമാർ കേട്ടത് എയർലൈൻസ് എന്നൊക്കെയായിരുന്നു. അപ്പൊ അതോടുകൂടി അതിന്റെ ഒരു മൂർച്ച നഷ്ടപ്പെട്ടു. ശരിയാണ്. അപ്പൊ ആ മൂർച്ച നഷ്ടപ്പെട്ടു. അതെന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അത് ഇന്ന് ജയകുമാർ പറഞ്ഞത്, ഞാൻ അപ്പുറത്തെ ഭാഗത്ത് നിന്നപ്പോൾ ഈ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞത് ഞാൻ കേട്ടില്ല. മാത്രമല്ല അത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. കൂട്ടി പറഞ്ഞതാണ് കാര്യം. 2-3 കാര്യങ്ങളിൽ അദ്ദേഹം കൂട്ടി പറഞ്ഞു. ഒന്ന് ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രി പാർട്ണർ എന്ന് വിശേഷിപ്പിച്ചല്ലോ അദാനിയെ, അതാണ് മാറ്റം എന്ന് പറഞ്ഞതും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ജയകുമാർ പറഞ്ഞു. പക്ഷെ ഇത് ജയകുമാറിന് മനസ്സിലായി എന്താ പറഞ്ഞത്. ഈ ഒരു ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് എത്ര സമ്മർദ്ദമുള്ള ഒരു ജോലിയാണ്. മാത്രമല്ല അത്രയും രാഷ്ട്രീയമായ ബോധം ആ സമയത്തുണ്ടെങ്കിലേ മനസ്സിലാവും. അപ്പൊ ആൾക്കാർക്ക് പെട്ടെന്നൊരു ഇന്ത്യൻ എയർലൈൻസ് മാറി പറഞ്ഞാലും പ്രശ്നമാണ്, ചിലത് ഒഴിവാക്കിയാലും പ്രശ്നമാണ്. പക്ഷെ എന്നാലും നമ്മളൊന്ന് ആലോചിക്കില്ലേ, വിഴിഞ്ഞം തുറമുഖം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എയർലൈൻസിനും ചില പ്രശ്നങ്ങൾ അത് വിചാരിച്ചു. കാരണം കുറച്ച് സമയം ഒരു ഭയങ്കര നിശബ്ദതയായിരുന്നു. മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് സ്വന്തമായിട്ട് ഇപ്പൊ എയർലൈൻസ് ഇല്ലല്ലോ. എങ്കിലല്ലേ എയർലൈൻസിന്റെ കാര്യം പ്രധാനമന്ത്രി പറയേണ്ട കാര്യമില്ല. എയർലൈൻസിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഈ ട്രാൻസ്ലേറ്റർ ആദ്യം തന്നെ പറഞ്ഞു, ഞാനൊരു BJP അനുകൂലിയാണ്, പഞ്ഞിക്കിടരുത് എന്ന് പറഞ്ഞു. എന്നാലും BJP നേതൃത്വം ചെറിയ പരാതിയൊക്കെ പറഞ്ഞു. സംസ്ഥാന നേതൃത്വം ഏർപ്പെടുത്തിയ ആൾ ശരിയല്ല. പക്ഷെ ഇതിന് മുമ്പ് നടന്നൊരു പരിപാടിയിൽ മനോഹരമായിട്ട് ഈ ജയകുമാർ ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പൊ ജയകുമാർ ട്രാൻസ്ലേറ്റർക്ക് അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഏത് പോലീസുകാരനും പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. മാധ്യമപ്രവർത്തകർക്ക് പിന്നെ അവത്തേ പറ്റൂ ചില സാധനം. അപ്പൊ നമുക്കിനി മാതൃഭൂമിയിലേക്ക് എത്തിയ പ്രധാന ലീഡ് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം വികസന മുഖം, സ്വപ്നം നീരണിഞ്ഞു, വിഴിഞ്ഞം നാടിന് സ്വന്തമെന്നാണ് മാതൃഭൂമിയുടെ ഹെഡ്ലൈനും കാര്യങ്ങളൊക്കെ. മാത്രമല്ല നല്ല ഇമേജാണ്, നല്ല ഫ്രെയിം, നല്ല വൈറ്റ് ഫ്രെയിം ഒക്കെ. എല്ലാ ഫ്രെയിം ഒന്ന് ഒറ്റ ഫ്രെയിം ആട്ടോ അത് കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്ന് അവിടെ PM ഓഫീസിൽ നിന്നാണ്. കാര്യം മറ്റ് മാധ്യമപ്രവർത്തകരെ ആരും ആ ഭാഗത്തേക്ക് അനുവദിച്ചിട്ടില്ല. ഒരേ ചിത്രമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഒരുമിച്ച് നടക്കുന്ന ചിത്രമല്ലേ. ഒറ്റ ചിത്രത്തിനെ പലരും പ്ലേസ് ചെയ്താലും മാതൃഭൂമി വ്യത്യസ്തമായത് ഒറ്റ ചിത്രമാണ് കേട്ടോ. പക്ഷെ മാതൃഭൂമി അത് വ്യത്യസ്തമായിട്ട് ലേഔട്ട് ശരിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല സാർ പറഞ്ഞതുപോലെ ഈ വേദിയിലും സദസ്സിലും അലിയടിച്ച് രാഷ്ട്രീയം, അതും ആദ്യ പേജിൽ തന്നെ അത്യാവശ്യം പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഓർമ്മപ്പെടുത്തി സതീശൻ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സബ്ബായിട്ടും കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനിയിലോ ലോക മഹാകവാടം, ഇത് സർക്കാരിന്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും, കേരളത്തിന്റെ സ്വന്തം വിഴിഞ്ഞം, സാഭിമാനം കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പടമാണ് കൊടുത്തിട്ടുള്ളത്. വേദിയിലെ ചിത്രമാണ്. കൃത്യമായ കണക്കും കൊടുത്തിട്ടുണ്ട്. മൊത്തം ചെലവ് 8686 കോടിയാണ്. അതിൽ കേരളത്തിൻ്റെത് 5370.86 കോടി. അദാനിയുടെ പങ്ക് 2497 കോടിയാണ്. VGF ആയിട്ടുള്ളത് 818 കോടി. കേന്ദ്രത്തിൻ്റെത് 0 എന്നിട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നലെ നമ്മൾ DYFIയുടെ ഒരു ഫ്ലെക്സ് ഒക്കെ കണ്ടല്ലോ, അത് കുറച്ച് വൈറലായി. 0 രൂപ. മുഖ്യമന്ത്രി പോലും കണക്ക് പരാമർശിച്ചു പ്രസംഗത്തിൽ. അതെ. പക്ഷേ ആ വേദിയിൽ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം എന്ന് പറയുന്നത് പിന്നീട് ട്രോളായി മാറിയത് ഒഴിഞ്ഞ വേദിയിൽ രാജീവ് ചന്ദ്രശേഖറാണ്. ഒരു പുതിയ പേര് കൂടി ആളുകൾ ഇന്നലെ കണ്ടെത്തി. ജഗതി ഇരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. അതിന് കുഞ്ചിക്കുറിപ്പ് മലയാള മനോരമയിലെ കാർട്ടൂണായിട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: വിഴിഞ്ഞം കമ്മീഷനിങ്, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ 2 മണിക്കൂർ മുൻപേ വേദി, തുറമുഖമായതിനാൽ നങ്കൂരമിട്ടു എന്ന് പറയാം എന്നാണ് കുഞ്ചിക്കുറിപ്പ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് ട്രോളാക്കി മാറ്റിയിട്ടുണ്ട് സമൂഹം. മാതൃഭൂമിയിൽ കാർട്ടൂൺ എന്താ? പക്ഷേ മാതൃഭൂമിയിൽ വേറെയാണ്. മോദിക്ക് മുഖ്യമന്ത്രി ചുട്ട മറുപടി കൊടുക്കേണ്ടതല്ലേ, എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് KC വേണുഗോപാൽ ചോദിക്കുന്നു. അതിന് മറുപടി ഇങ്ങനെയാണ്: ഡബിൾ തൂണായതുകൊണ്ട്. ഇരട്ടച്ചെങ്കിന് പകരം അല്ലേ. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് കോഴിക്കോട്ടെ വാർത്തയാണ് പത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത
വിഭാഗത്തിൽ പൊട്ടിത്തെറി, 5 മൃതദേഹങ്ങൾ മാറ്റി. മരണകാരണം പുകയാണോ എന്ന സംശയത്തിലാണ് മനോരമ ആ തലക്കെട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് അവിടെയുള്ള ആ കാഷ്വാലിറ്റിയുടെ മുന്നിലുള്ള തിക്കും തിരക്കും ആ ചിത്രവും പത്രം ആദ്യ പേജിൽ പങ്കുവെക്കുന്നുണ്ട്. മരണം അപകടം മൂലമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിലെ UPS റൂമിൽ പൊട്ടിത്തെറി, കനത്ത പുക കെട്ടിടത്തിന്റെ 4 നിലകളിലേക്ക് പടർന്നു. സംഭവത്തിനിടെ 5 മൃതദേഹങ്ങൾ അധികൃതർ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ 2 എണ്ണം ഒരു കാരണവശാലും അതുമൂലമല്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 3 മൃതദേഹങ്ങളുടെ കാര്യത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമ്മൾ കാത്തിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നറിയണമെങ്കിൽ. മറ്റൊരു വാർത്ത ഇന്നലെ നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്ത മനോരമ കൊടുക്കുന്നുണ്ട്. K. സുധാകരന് സന്ദേശം നൽകി ഹൈക്കമാൻഡ്. റിപ്പോർട്ടറിന്റെ വാർത്തയാണ്. ആ വാർത്ത ഇത് കുറെ നാളുകൾക്ക് മുമ്പ്, ഒരു മാസം മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. നിരന്തരം പറയുന്നുണ്ട്. റോഷിപാലും നിരന്തരം പറയുന്നു, നോബൽ മാരിക്കാരനും പറഞ്ഞു. അപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കടന്നാക്രമിച്ചു. നിങ്ങൾ അനാവശ്യമായിട്ട് സുധാകരനെ മാറ്റരുത്, നമ്മളാണ് സുധാകരനെ മാറ്റുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വാർത്ത ശരിയായി വന്നിരിക്കുന്നു. ഇപ്പോൾ മലയാള മനോരമ കൊടുക്കുന്നു, K. സുധാകരന് സന്ദേശം നൽകിയ ഹൈക്കമാൻഡ്, നേതൃമാറ്റമുടൻ. ആന്റണി, സണ്ണി ജോസഫ് എന്നിവർ അന്തിമ പട്ടികയിൽ. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റമുടൻ. ഇക്കാര്യത്തിൽ വ്യക്തമായ സന്ദേശം KPCC അധ്യക്ഷൻ K. സുധാകരന് പാർട്ടി ഹൈക്കമാൻഡ് കൈമാറി. റോജി M. ജോൺ MLA പേരും ഉയർന്നെങ്കിലും ആന്റണിയോ സണ്ണി ജോസഫ് MLA പ്രസിഡന്റ് ആയേക്കുമെന്നാണ് വിവരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പുതിയ അധ്യക്ഷന് കീഴിൽ വേണമെന്ന ധാരണയിലാണ് നേതൃത്വത്തിന്റെ നീക്കങ്ങളെന്ന് അറിയുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ ആദ്യം റിപ്പോർട്ട് ചെയ്തതും റിപ്പോർട്ടർ TV-യാണ്. ഏറ്റവും പ്രധാനമായിട്ട്. അപ്പോഴും മറ്റു മാധ്യമങ്ങൾ അത് തൊട്ടില്ല. ചില ആളുകൾ തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ മലയാള മനോരമ കൂടി അത് പറയുന്നുണ്ട്. പക്ഷേ ഈ വാർത്ത ഫോളോ ചെയ്യേണ്ടി വരും. നമുക്ക് നമ്മൾ കൊടുക്കുന്ന വാർത്ത ചെയ്തുകൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റും ആളുകൾക്ക്. അത് വസ്തുതയല്ലേ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയെ അതും നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ. പഹൽഗാമിൽ നിന്നുള്ള വാർത്ത പത്രത്തിന്റെ ആദ്യ പേജിൽ ഇന്നില്ല. ഈ പഹൽഗാമിനെ സംബന്ധിച്ച് വിമർശനം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് മാത്രമല്ല, ഇപ്പൊ ഇന്നലെ നമ്മുടെ ബംഗാളിൽ നിന്നുള്ള BJP നേതാവ് ദിലീപ് ഘോഷ് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ, തിരിച്ചടിക്കണമെന്നാ. ശരി, അപ്പോൾ നമ്മൾ കാത്തിരിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ സമയം വൈകുന്നില്ല. നമ്മളുടെ റിപ്പോർട്ടർമാർ തത്സമയ വാർത്തകളുമായി തയ്യാറായി കഴിഞ്ഞു. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നമ്മൾ തുടങ്ങുന്നു. താങ്ക് യു റോഷി. താങ്ക് യു. ഓക്കെ.